അല്പസമയം ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ്. പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ദൈവശക്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണിത്. വളരെ പ്രതിസന്ധികൾ. നമ്മുടെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സാമ്പത്തികമായ പ്രതിസന്ധികൾ, മറ്റൊരു ഭാഗത്ത് സ്നേഹബന്ധങ്ങളിലുള്ള പ്രതിസന്ധികൾ എന്നു വേണ്ട വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമല്ല, നമ്മുടെ സഭയിലും നമ്മുടെ സമുദായത്തിലെല്ലാം പലവിധ പ്രതിസന്ധികൾ ഇന്ന് നമ്മളെയെല്ലാം അലട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ ഇന്ന് വലിയ വിശ്വാസ പ്രതിസന്ധിയിലാണ്. വിശ്വാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ, വിശ്വാസത്തിൻ്റെ സമ്പന്നതയിൽ ജീവിക്കാൻ കഴിയാതെ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന ഒത്തിരിയേറെ യുവജനങ്ങൾ നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, പക്ഷെ പൗലോസ് ശ്ലീഹ ഈ ഒരു കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ആത്മാവിൽ ഇപ്രകാരം സഭയോട് പറഞ്ഞു. എന്താണ് പൗലോസ് ശ്ലീഹ പറഞ്ഞ വചനം? തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാം വചനത്തിലാണ്. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമേ. 2 തിമോത്തി 3:1. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാനം നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. നിങ്ങൾ ശ്രദ്ധിക്കണമേ. പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയോട് പറയുകയാണ്, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ ഉണ്ടാകും. ക്ലേശപൂർണമായ സമയങ്ങൾ, പ്രതിസന്ധിയുടെ സമയങ്ങൾ, പ്രതികൂലങ്ങളുടെ സമയങ്ങൾ, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പലവിധ തകർച്ചകളുടെയും വേദനകളുടെയും വെല്ലുവിളികളുടെയും സമയങ്ങളിലൂടെ ദൈവജനം കടന്നു പോകേണ്ടി വരുമെന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുകയാണ്. ക്ലേശപൂർണമായ സമയങ്ങൾ ഉണ്ടാകും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ക്ലേശപൂർണമായ സമയങ്ങൾ. പറഞ്ഞേ ക്ലേശപൂർണമായ സമയങ്ങൾ. നമ്മുടെ കുടുംബങ്ങളിൽ എന്തുണ്ടാകും? ക്ലേശപൂർണമായ സമയങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പലവിധ തകർച്ചകൾ നേരിടേണ്ടി വരും, പല സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ഈ കൊടിയ ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും പലവിധ ആത്മീയ അപജയങ്ങളുടെയും ഈ നാളുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മോട് എന്ത് ചെയ്യാനാണ് കർത്താവ് പറയുന്നത്? കർത്താവ് നമുക്ക് തരുന്ന ദൗത്യം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് തിരിച്ചറിയണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 36-ാം വചനത്തിൽ ഈശോ പറയാണ്. എന്താ ഈശോ പറയുന്നത്? സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം. എന്താണ് സംഭവിക്കാനിരിക്കുന്ന ഇവ? ഈ കൊടിയ ക്ലേശങ്ങള്, പലവിധ പ്രതിസന്ധികള്, തകർച്ചകള്, വിവിധങ്ങളായ വെല്ലുവിളികള്, വിശ്വാസ മേഖലകളിൽ വരുന്ന അപജയങ്ങള്, നമ്മളെ കുടുംബങ്ങൾ നേരിടുന്ന ആത്മീയം ഭൗതികമായ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങള്, ഈ തകർച്ചകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുൻപിൽ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ആ ക്രൂശിലേക്ക് നോക്കിയേ, കർത്താവിന്റെ കുരിശിലേക്ക് നോക്കിയേ. ഈശോ പറയാണ്, മനുഷ്യപുത്രൻ ആരാണ്? അത് കർത്താവായ ഈശോയാണ്. കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ
എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? സദാ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. വാച്ച് ആൻഡ് പ്രേ. തന്റെ കുടുംബങ്ങളോട് കർത്താവ് പറയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. തന്റെ സമർപ്പിത സമൂഹങ്ങളോട് കർത്താവ് പറയുന്നു, വാച്ച് ആൻഡ് പ്രേ. നിങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകുക. തന്റെ യുവജനങ്ങളോട്, മക്കളെ, തന്റെ കുഞ്ഞുങ്ങളോട് എന്താണ് ഈശോ പറയുന്നത്? മക്കളെ, എന്താ ഈശോ പറയുന്നത്? വാച്ച് ആൻഡ് പ്രേ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാകുക. സംഭവിക്കാൻ പോകുന്ന ഈ തകർച്ചകളിൽ നിന്നും, ഈ വിനാശങ്ങളിൽ നിന്നും, ഈ കൊടിയ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സമുദായം സംരക്ഷിക്കപ്പെടുവാൻ, നമ്മുടെ സഭയും നമ്മുടെ വിശ്വാസവും സംരക്ഷിക്കപ്പെടുവാൻ ദൈവജനത്തോട് വിശ്വാസത്തിൻ്റെ നാഥനായ ഈശോ പറയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. പറഞ്ഞേ, പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. ചിലർ എന്നോടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നോടല്ല പറയേണ്ടത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, പ്രാർത്ഥനയിൽ ശ്രദ്ധയുള്ളവരാണ്. ശ്രദ്ധ, അനാസ കാണിക്കരുത്, അലസത കാണിക്കരുത്, നമ്മൾ മേന്മ ഭാവിക്കരുത്, നമ്മുടെ നിസ്സാരത മനസ്സിലാക്കണം. ഇത് ഈശോയുടെ വചനാണ്, ഇത് സത്യത്തിൻ്റെ വചനമാണ്, കർത്താവിൻ്റെ വചനം നിർമ്മലമായ വചനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇത് കൃപയുടെ വചനമാണ്, നിത്യജീവന്റെ വചനമാണ്. ഈശോ പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറിപ്പോവില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വചനങ്ങൾ 100% സത്യമാണ്. ആമേൻ, ആമേൻ. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. നമ്മുടെ സമൂഹങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുവിൻ. കാരണം എന്താ? ഇത് വലിയ ക്ലേശങ്ങളുടെ സമയമാണ്, പ്രതിസന്ധികളുടെ നാളുകളാണ്, വിശ്വാസത്തിൽ പലവിധ അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമയം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്ന ആ ദൈവശക്തിയുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ, വെളിപ്പെടലിനെ കുറിച്ചാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 18-ാം വചനത്തിലോട്ട് വരിക. അപ്പോസ്തല പ്രവർത്തനം 4:18. അവിടെ എന്താ വചനം പറയുന്നത്? അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ. അപ്പോസ്തലന്മാരെ ആ കാലഘട്ടത്തിലെ ജനപ്രമാണികളും അതുപോലെ തന്നെ യഹൂദ മത നേതാക്കളും വിളിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരോട് പറയാണ്, എന്താ പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സഭ ഒരു പ്രതിസന്ധിയിലായി. നിങ്ങൾ ചിന്തിക്കണം, സഭയുടെ ഏതൊരു ശുശ്രൂഷയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ നാമമാണ്, കർത്താവിൻ്റെ നാമമാണ്. കർത്താവിൻ്റെ നാമത്തിലാണ് ഏതൊരു ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ, നേരോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവര് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, യേശു നാമത്തിൽ പഠിപ്പിക്കരുത്, യേശു നാമം നിങ്ങൾ പ്രഘോഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ സഭ ചെല്ലുകയാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് അപ്പോസ്തലന്മാർ എന്താ ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രതിസന്ധികളെ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവത്തെ മറന്നിടല്ല. നമുക്ക് അഹങ്കാരത്തിന് കൊമ്പ് മുളയ്ക്കും. പണം വരുമ്പോൾ, സമൃദ്ധി വരുമ്പോൾ, സുഖങ്ങൾ വരുമ്പോൾ, നമുക്ക് പല വിധത്തിലുള്ള ഒരു കംഫർട്ട് വരുമ്പോൾ അറിയാതെ പ്രാർത്ഥനയിലും ഈ ദൈവാരാധനയിലും നമ്മൾ നിസ്സംഗത, നിഷ്ക്രിയത്വമുള്ളവരാണ്. ഇതാണ് നമ്മുടെ സമുദായത്തിൻ്റെ തകർച്ച. നമ്മുടെ സമുദായത്തിൻ്റെ തകർച്ചയുടെ കാരണം പ്രാർത്ഥനയും ദൈവാരാധനയും നമുക്ക് ഒത്തിരി നഷ്ടപ്പെട്ടു പോയി.